നമസ്കാരം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട്ടു ജോലിക്ക് പോയിരുന്ന ഒരു അമ്മ ആ വീട്ടിലുള്ള സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു ചർച്ചയായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ ഇപ്പോൾ ഒരു പോസ്റ്റർ കാണാൻ ഞാൻ ഇടയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചേച്ചിയുടെ പോസ്റ്റ് വെച്ചിട്ട്, അതായത് ആ ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് ചാനൽ റീച്ച് ഉണ്ടാക്കാനാണ് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത് ശുദ്ധ തെണ്ടിത്തരാണ് ആ ചെയ്തത്. കാരണം ഇനിയും ആ ചേച്ചിയുടെ ഫോട്ടോസ് വെച്ചിട്ട് ആളുകൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി, ഇതിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററാണ് കണ്ടത്. അത് 24 ന്യൂസ് ആണ് ഇട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും തികച്ചും തെണ്ടിത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലെ പ്രതികളെ കാണിക്കാതെ ഈ നിരപരാധിയായ അമ്മയെ ഫോട്ടോ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ അത് അവരെ റീച്ച് കിട്ടാനും അവർക്ക് ചാനലിന് പൈസ കിട്ടാനുള്ള ഇടപാടാണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഈ കുറ്റവാളികൾ ഇതുവരെ ആരാണോ എന്താണോ പറഞ്ഞത് എന്താണോ ചെയ്തത് എന്താണോ ഒന്നും അറിയില്ല. അന്ന് ആ സ്റ്റേഷനിലിട്ടിട്ട് ആ ചേച്ചിയോട് അമ്മച്ചിയോട് പിന്നെ മൂത്രം കുടിക്കാൻ പറയലും, വെള്ളത്തിന് തയ്ച്ചപ്പോൾ മൂത്രം കുടിക്കാൻ പറയലും, അതുപോലെ തന്നെ പോലീസുകാരെ ഒരുപാട് ഉപദ്രവവും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ട് ഇന്ന് ആ ചേച്ചി നിരപരാധിയായിരുന്നു. പക്ഷേ അതിലുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് 24 ന്യൂസാണ് ഇട്ടിട്ടുള്ളത്. ആ 24 ന്യൂസിൻ്റെ ഒരു പോസ്റ്ററാണ് ഞാൻ കാണാനിടയായത്. അപ്പോൾ എന്തായാലും അത് മോശമായി എന്നുള്ളൊരു അഭിപ്രായം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നിരപരാധിയായ ആളുകളെ പോസ്റ്റർ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെ ഇങ്ങനെ പൊക്കി ഓരോന്ന് വരുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്ത്? അതായത് ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്നുള്ളത്. അതായത് പൈസ ഉള്ള ആളുകളെ കൂടെ എല്ലാവരും ഉണ്ടാവും, എന്തിനും ഏതിനും കൂടെ ആളുകളുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. അല്ലാത്തവന് ഈ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും തറകളായിട്ട് നടക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലുള്ള ആളുകളാണ് ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ, നമ്മളെ ഈ പാവപ്പെട്ട ആളുകളൊക്കെ നെഞ്ഞത്ത് കയറാൻ പല ആളുകളും കയറി വരുന്നത്. അതുകൊണ്ടാണ് ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇതിനൊന്നും കേസിനോ ഉണ്ടാകാൻ വേണ്ടിക്ക് ഒന്നിനും പോകാത്ത ഒരു സംഭവമായിരിക്കും എന്നുള്ള നിലക്കാണ് എല്ലാവരും ഈ സാധാരണപ്പെട്ട ആളുകളെ വെച്ചിട്ട് മുതലെടുക്കുന്നത്. ഈ പൈസ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടാനും അതിനൊക്കെ അവർ പൈസ ഇറക്കി ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ആ ചേച്ചിയുടെ പോസ്റ്റർ വെച്ചിട്ടാണ് ഇപ്പോഴും വീണ്ടും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും അത് തികച്ചും മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ന്യൂസുകളൊന്നും കൊടുക്കരുത്. കാരണം നിരപരാധിയായ ഒരാളെയാണ് വീണ്ടും നിങ്ങളതിങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലെ പ്രതികൾ ആരാണോ അവരെ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വെക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ, അത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ചെയ്യാത്തത് നിങ്ങളെ തെറ്റാണ്. എന്തായാലും അത് മോശമായി എന്ന് ഞാൻ പറയാം. ആ ഒരു ചേച്ചിയെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തത് ഭയങ്കര മോശം.